സെറീന, സെറീന, സെറീന. Catch him. Okay, sir. സെറീന, സെറീന, എഴുന്നേൽക്ക്. ദേ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. കണ്ണു തുറക്കും മോളെ. സെറീന. നീ ഇവളെയും കൊണ്ട് പെട്ടെന്ന് തന്നെ സിറ്റി ഹോസ്പിറ്റലിലോട്ട് പോ. അവിടെ എന്റെ ഫ്രണ്ട് ആരുണുണ്ട്, ഞാനോട് പറഞ്ഞേക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ സെറീനെ ഈ അവസ്ഥയിലാക്കി ഇവനെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. ഇവന്റെ അന്തി എന്റെ കൈകൊണ്ട് തന്നെയാണ്. നീ വേഗം തന്നെ ചെല്ലാൻ നോക്ക്, ടൈം കളയണ്ട. ഇവൻ വണ്ടിയിട്. ആടാ വാ. നിനക്കൊന്നും സംഭവിക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. സർ, കേസ് എങ്ങനെ ഫയൽ ചെയ്യേണ്ടത്? പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന പ്രതിയെ പോലീസിന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയായിരിക്കണം. ഗോഡി. ഓക്കെ സർ. എടാ, നീ ഡെസ്പ് ആവാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല. എടാ, എന്റെ സെറീന അവൾക്കൊല്ലത്. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ. കുഞ്ഞി, എന്താ പറ്റിയത്? ചേച്ചിയോ? ചേച്ചിയോടെ? കുഞ്ഞി, അവൾക്ക് എന്താ അച്ചായ പറ്റിയത്? ഇച്ച എന്തിനാ കരയുന്നേ? നിങ്ങളെന്താന്നും മിണ്ടാത്തത്? എന്റെ ചേച്ചി ഇവിടെ. ചേച്ചിക്ക് എന്താ പറ്റിയത്? നീ വാ കുഞ്ഞി, ഞാൻ എല്ലാം പറയാം. ഇച്ചായ, എന്റെ ചേച്ചിക്ക്. ഏയ്, നീയും കൂടി ഇങ്ങനെ ആവലടാ. നീയല്ല നിന്റെ ഏട്ടനെ ആശ്വസിപ്പിക്കേണ്ടത്. അവനാണെങ്കിൽ അവിടെ കരഞ്ഞു മെഴുകിയിരിക്കുക. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ആയാലോ? എന്നാലും അയാളുടെ ചേച്ചി വീണ്ടും അയാളെ വെറുതെ വിടരുത് ചായ. അവനെ ആ സ്പോട്ടിൽ തന്നെ നിന്റെ ഇച്ഛ തീർത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു വള്ളിയും വരത്തില്ല. നീ അതോർത്ത് പേടിക്കണ്ട. അതൊക്കെ നമ്മുടെ ലൂക്ക എപ്പോഴും ഒതുക്കി കാണും. ഓ, പെണ്ണിന്റെ ഒരു സന്തോഷം നോക്കി. ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്ന പെണ്ണ. ലൂക്ക വന്നെന്നും കരുതി എന്നെ മൈൻഡ് ചെയ്യാതിരിക്കല്ലോ. എനിക്കറിയാം നിനക്ക് അവനുള്ള ചാട്ടം. പോയി ചായ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ലൂക്ക ചായനോട് ക്രഷ് ഉണ്ടായിരുന്നത് ശരിയാ. എന്ത് കരുതി ഞാൻ നിങ്ങൾ ഇട്ട് വെച്ചൊന്നും പോവില്ല. അങ്ങനെ നിനക്ക് നല്ലത്. ആ, അതൊക്കെ വിട്. വാ, നമുക്ക് കൊണ്ട് ചെല്ലാം. അവനവിടെ ഒറ്റയ്ക്കല്ലുള്ളൂ. നീ വരുന്നില്ലേ? ആ, ഇതാ വരുവാ. എടാ, എന്തായി? ഡോക്ടർ വല്ലതും പറഞ്ഞോ? ഇല്ലടാ, ഡോക്ടർ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ എന്തോ പോലെ ആവാ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അറിയാ. അത് എണീച്ച ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടർ നോഹല്ലേ? അതെ. ആരോ? യെസ്, ഐ ആം. സെറീനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ ഓക്കെയാണോ ഡോക്ടർ? ഏയ്, താനിങ്ങനെ പേടിക്കാതെ നോഹ. ഷീസ് ഓൾ റൈറ്റ്. ബുള്ളറ്റ് കൊണ്ടത് സെറീനയുടെ ഷോൾഡറിലായിരുന്നു. സോ ഒരു അർജന്റ് സർജറി വേണ്ടി വന്നു. അത് സക്സസ് ആയിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കൊരു കുഴപ്പമില്ല. പിന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം.
പിന്നെ സെറീന ഇപ്പൊ ചെറിയൊരു മയക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞ ആൾ എഴുന്നേൽക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഏയ് താങ്ക്സ് ഒന്നും വേണ്ട നോഹ. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, സോ ഡോണ്ട് സേ ദാറ്റ്. ഓക്കെ, ദെൻ താൻ ഇനി ആരോണെന്ന് വിളിച്ചാൽ മതി. ഡോക്ടർ ഒന്ന് വിളിച്ച് കഷ്ടപ്പെടണ്ട. ഓക്കെ അരുൺ. അപ്പോ ബൈ, പിന്നീട് കാണാം. എന്നാ ശരി, പിന്നീട് കാണാം. ഞാൻ പറഞ്ഞില്ലേ അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന്. എടാ, എന്റെ ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാലും ഇച്ച കരഞ്ഞു മെഴുകി ബാക്കിയുള്ളവരും കൂടെ പേടിപ്പിച്ചല്ലോ. അയ്യോ, ഇതാരാ പറയണേ? ഒട്ടും കരയാത്ത ആളല്ലേ? സെറീന, ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ, ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. ഹായ് സെറീന, എന്നെ അറിയോ? അറിയാം, ഇവാനല്ലേ? ദിയ പറഞ്ഞിട്ടുണ്ട് ഇവാനെ പറ്റി. ആഹാ, ആ നിങ്ങൾ മൂന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? ഹായ് ലൂക്കച്ചായൻ, മാറങ്ങോട്ട്. ആ കുഞ്ഞുമോളെ, സുഖാണോ? ഞാൻ മിണ്ടില്ല ഇച്ചായനോട്. ഇച്ചായൻ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? ഒന്ന് വിളിക്കുക പോലും ചെയ്യില്ല. എത്ര വർഷമായെന്നാ പോയിട്ട്? മോളെ മനഃപൂർവ്വമല്ല, തിരക്കായത് കൊണ്ടല്ലേ. പെട്ടെന്ന് ട്രാൻസ്ഫർ ഇങ്ങോട്ടായത്. പിന്നെ ഒട്ടും താമസിക്കാതെ ഇങ്ങോട്ട് വന്നെന്തിനാ? എന്റെ കുഞ്ഞിയെ കാണാനല്ലേ? ആ ഒന്ന് ചിരിച്ച എന്റെ മോളെ. ഓ, അവൾ അവനെന്നതിന് ശേഷം മൈൻഡ് ഒന്നും ചെയ്യുന്നുണ്ടോ? കർത്താവ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എടാ അറിയാ, നീ ഞങ്ങളെയും കൂടി ഒന്ന് മൈൻഡ് ചെയ്യേ. ഓ, ഞാൻ അത് മറന്നു. നീ മറക്കും. ഹായ് സെറീന, തനിക്ക് എന്നെ കുറിച്ച് അറിയാൻ വഴിയില്ല. ഐ എം ലൂക്ക എബ്രഹാം. ചേച്ചി, ഇതാ ഞാൻ പറഞ്ഞ എന്റെ പോലീസിലുള്ള ചായ. ഓ, ഐ എം സെറീന. നൈസ് ടു മീറ്റ് യു. ലൂക്ക, അവിടുത്തെ കാര്യം എന്തായി? നീ അതാലോചിച്ച് വഴിയിടാവണ്ട. ഞാൻ അത് വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ സംസാരിച്ചിരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. ആ ശരിയടാ. സെറീന, നമുക്ക് പിന്നീട് വിശദമായി പരിചയപ്പെടാം. ശരി. കുഞ്ഞുമോളെ, ഇച്ചയം പോവാണേ. ശരി ചായ. ഡാ ഇവാനെ. പോയി. ആ പിന്നെ സെറീന. ആ ചേച്ചി, ഞങ്ങളിപ്പോ വരാവേ. നീ എവിടെ പോവാ? അത് എനിക്ക് വല്ലാത്ത ദാഹം. ഞങ്ങൾ ക്യാൻറ്റീൻ വരെ പോയിട്ട് വരാം. നീ കുറച്ചു മുമ്പല്ലേ ക്യാൻറ്റീനിൽ നിന്ന് ലൈമും ബോക്സും കഴിച്ചത്? അത് നേരത്തെ ഇതേ. എനിക്ക് ബനാന മിൽക്ക് വേണം. നിങ്ങൾ വന്നേ. അതിനോട് ബനാന മിൽക്ക് ഉണ്ടോ? നിങ്ങളെങ്ങോട്ട് വാ മനുഷ്യ, നിന്ന് ഡയലോഗ് അടിക്കാതെ. ഇവൾക്ക് ഇതെന്താ? നിങ്ങളെ അറിയാൻ നടക്കങ്ങോട്ട്. നിനക്ക് എന്താടി? ഇച്ചായൻ എന്താ അവർക്ക് പ്രൈവസി കൊടുക്കാതെ ഓരോന്ന് ചോദിച്ചോണ്ട് നിൽക്കുന്നേ? നീ മിണ്ടരുത്. അവ വന്നപ്പോ തൊട്ട് എന്റെ ഇളക്കം ഞാൻ കാണുന്നതാ. എന്നെ മൈൻഡ് കൂടി ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നിച്ചായ, ലൂക്കച്ചായൻ എന്റെ ഇച്ചായ പോലെയാ. അങ്ങനെയായ നിനക്ക് കൊള്ളാം. ഓ ഇച്ചായ വാ, നമുക്ക് ബനാന മിൽക്ക് മേടിക്കാം. നീ അവർക്ക് പ്രൈവസി കൊടുക്കാല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് ബനാന മിൽക്കും കൂടി കുടിച്ചിട്ട് പോവാന്നേ. ഓ എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു ബനാന മിൽക്ക് പ്രാന്തി. അതിന് ക്യാൻറ്റീനിൽ കാണും ബനാന മിൽക്ക്. അതിന്റെ ക്യാൻറ്റീനിൽ പോണെന്ന് ആര് പറഞ്ഞേ? നമുക്ക് വെളിയിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോവാം. എന്തായാലും ബനാന മിൽക്ക് കൂടി വാങ്ങിയില്ലേ, നമുക്ക് വല്ലതും കഴിക്കാൻ കൂടി ചെയ്യാന്നേ.
നിന്റെ വയറ്റിലെന്താ വല്ല കൊക്കപ്പുഴു ഉണ്ടോ? പോ ചായ, എനിക്ക് വിശക്കണുണ്ടല്ലേ. നീ എന്റെ പൈസ മുടിപ്പിക്കോ മോളെ? നടക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്. അല്ല, താനൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. ഞാൻ കഴിക്കെടുക്കട്ടെ? വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. വിശപ്പില്ല. എങ്കിൽ ശരി, കഴിക്കണം കേട്ടല്ലോ. ആ, കഴിക്കാന്നേ. തനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട് വരുന്നുണ്ട്. മെഡിസിന്റെ എഫക്റ്റ് ആയിരിക്കും. താനും ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെ കാണും. ശരി. ആ, നിങ്ങളിത് എവിടെ പോയതാ? ഞങ്ങളൊന്ന് പുറത്തു വരെ പോയതായി ചായ. ഓ സോറി, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തില്ലല്ലേ. ആരോൺ, ഇതെന്റെ സിസ്റ്റർ ലിയ, ഇതെന്റെ ഫ്രണ്ട് ഇവാൻ. ഞാനും ഇവാനും നോഹയും ഒരുമിച്ചാ കളിച്ചു വളർന്നതൊക്കെ. ഇവരെ കുറിച്ചാണോ അനയ ചേച്ചി പറയുന്നത്? അനേ ചേച്ചിയോ? അതാരാ? അത് ഇവർക്ക് അറിയില്ലായിരുന്നോ? ആരായി ചായ അനയ? അതെന്റെ ഗേൾ ഫ്രണ്ടാ. ഇച്ചായന് ഗേൾഫ്രണ്ടോ? ഇവന് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നോ? എന്റെ മാതാവേ, നിനക്കൊരു 1000 മെഴുകുതിരി കത്തിക്കാം. അപ്പോൾ ഇതാരായി ചായ? ഇത് എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ആരോൺ. പറഞ്ഞു വരുമ്പോ ലൂക്കാച്ചന്റെ അളിയനായിട്ട് വരും. എന്റെ ചേച്ചിയാ അനയ. ഓ, അല്ല ലൂക്ക, ഇത് ആന്റിക്കും അങ്കിളിനും അറിയാമോ? അവർക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ഡിഫറെന്റ് റിലീജിയൻ ആവുകൊണ്ട് സമ്മതിക്കില്ലയോ എന്ന് അറിയില്ല. അവരെന്തായാലും സമ്മതിക്കിച്ചായ. എന്റെ അങ്കിളിനെ ആന്റി എനിക്കറിയാം. അത് മാത്രമല്ല മോളെ, പുള്ളിക്കാരി എന്നെക്കാളും 2 വയസ്സ് മൂപ്പാണ്. 2 വയസ്സിന് മൂപ്പുള്ളൂ. അവരെന്തായാലും സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. അല്ല, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ആരോണിച്ചായ? ഞങ്ങളുടെ വീട്ടിൽ സമ്മതമാ. നമുക്കിങ്ങനെ പറയത്ത കാര്യമില്ലേ. ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. അച്ഛൻ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ മരിച്ചതാ. പിന്നെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയും അങ്ങ് പോയി. പിന്നെ എന്റെ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ. എന്നെ നോക്കിയതും പഠിപ്പിച്ചതും വളർത്തിയതുമൊക്കെ എന്റെ ചേച്ചിയായിരുന്നു. സോറി ചായ, ഞാൻ കാരണം. അത് സാരമില്ല മോളെ, ഞാനിപ്പോ ഹാപ്പിയാ. നിങ്ങളെ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് കിട്ടിയല്ലോ. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യാ? ചേച്ചി ഇവിടുത്തെ ഒരു സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. ആ, അത് കൊള്ളാലോ. അപ്പൊ ഇനി ചേന് പാട്ട് കേട്ട് ഉണരുകയും ചെയ്യാം, ഉറങ്ങുകയും ചെയ്യാം. പോടി. എനിക്ക് ചേച്ചിയെ കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് വരാം. ആക്ച്വലി അനേക്ക് നിങ്ങൾ എല്ലാവരെയും അറിയാം. പിന്നെ ചായ, ഒരു ദിവസം നിങ്ങളുടെ ലവ് സ്റ്റോറി പറഞ്ഞാണേ. പിന്നെന്താ, പറഞ്ഞുതരാലോ. ഞാനെന്നാ ഇച്ചയെ കണ്ടിട്ട് വരാം. നിങ്ങളവിടെ സംസാരിച്ച് നിൽക്കേ. ഇച്ചായ, ഞാൻ പോയിട്ട് വരാവേ. ആ ശരി, നീ പോയിട്ട് വാ. ഇച്ച, ചേച്ചി എപ്പോഴാ ഉറങ്ങിയത്? കുറെ നേരായി. വല്ലതും നടന്നായിരുന്നോ? എന്തിനു? അല്ല, വല്ലതുമൊക്കെ സംസാരിച്ചു. ഇല്ല, ഒന്നും സംസാരിച്ചില്ല. പാവം, ക്ഷീണം കാരണം ഉറങ്ങി. അപ്പൊ ഒന്നും നടന്നില്ലല്ലേ? നീ പോയേ കുഞ്ഞി. കുഞ്ഞുമായിട്ട് വലിയ വർത്താനം പറയാ. ആ, അതൊക്കെ പോട്ടെ.
ചേച്ചിയോടെ ഒന്ന് കഴിച്ചായിരുന്നോ? ഇല്ല, എഴുന്നേറ്റിട്ട് കഴിക്കാന്ന് പറഞ്ഞു. മെഡിസിൻ എഫക്റ്റ് കൊണ്ട് ഉറങ്ങുന്നതാ. പിന്നെ ഞാൻ വിചാരിച്ചു ശല്യം ചെയ്യണ്ടെന്ന്, ഉറങ്ങട്ടെ എന്ന് കരുതി. അല്ല, ഇച്ച കഴിച്ചോ? ഇല്ല, അവളും കൂടി എഴുന്നേറ്റിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഇച്ചയ്ക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ ലുക്കാച്ചനല്ലേ, ഇച്ചായനെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന്. എനിക്കറിയാലോ, അനേച്ചില്ലേ? ഇച്ചയ്ക്ക് അറിയായിരുന്നോ? ആ, ലൂക്ക എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി എഴുന്നേറ്റല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടോ? ഓക്കെ ആയോ? I'm alright. കുഞ്ഞി, ചേച്ചി, ഐ ആം റിയലി മിസ്ഡ് യുവർ പ്രസൻസ്. ആണോ? അതെ ചേച്ചി. ഇത് നിങ്ങൾ രണ്ടുപേരും വല്ലതും സംസാരിച്ചിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ആടാ, പോയിട്ട് വാ. ഇച്ച, best of luck. പുഷ്. തനിക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ? അത് മടിക്കാതെ പറയേ. അത് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. ഓ, അതായിരുന്നു. അതിനെന്താ, ഞാൻ എനിപ്പയാ, താൻ വാ. ഏയ്, ഇറ്റ്സ് ഓക്കെ, ഞാൻ പൊക്കോളാം. ഷോൾഡറിനല്ലേ കുഴപ്പമുള്ളൂ, താന് കുഴപ്പമില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. താൻ വന്നേ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ശരി. താങ്ക്സ്. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ബാക്കിയൊക്കെ പിന്നീട്. ഇപ്പൊ ഫുഡ് കഴിക്കാം. ഞാനോ, ഞാൻ വരുത്തരാം. എന്തായാലും ഷോൾഡർ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, പെയിൻ ആവും. അതുകൊണ്ട് ഞാൻ വരുത്തരാം. ഇച്ചായം കഴിച്ചായിരുന്നോ? എന്താ വിളിച്ചേ? അത് ഐ ലൈക്ക് ഇറ്റ്. ഞാൻ താൻ കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതുവരെയായിട്ടൊന്നും കഴിച്ചില്ലേ? താൻ ആദ്യം കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കാം. ഇച്ചായ, എനിക്ക് ഇച്ചായനോട് വേണ്ട സെറീന, നീ ഇപ്പോഴും അത് പറയരുത്. എനിക്കതെന്റെ വായിൽ നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ല. ആദ്യം നിന്റെ വേദനകളും മുറിവുകളും എല്ലാം ഉണങ്ങട്ടെ, എന്നിട്ട് നീ പറഞ്ഞാൽ മതി. അതാണ് എനിക്കിഷ്ടം. കുഞ്ഞി, എന്താ ചേച്ചി? ആന്റി എവിടെയാ? ഇപ്പോഴെന്താ വരാത്തേ? ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നുപോയി. ആന്റിയുടെ മോളെ പ്രസവിച്ചെടുക്കാം, അതുകൊണ്ട് മോളെയും കുട്ടിയെ നോക്കാമെന്ന് നിൽക്കുക. ഇനി വരില്ലെന്ന് തോന്നുന്നു. ആണോ? ആന്റി ഇപ്പൊ വീട്ടിൽ നിൽക്കട്ടെ, അതാ നല്ലത്. ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ വീടുകളും കയറി ഇറങ്ങി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കയില്ലേ, കുറച്ച് വിശ്രമം കിട്ടട്ടെ. ഞാൻ തന്നെ ആന്റിയോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നോ, എന്തിനാ ഈ പ്രായത്തിൽ ഇങ്ങനെ റെസ്റ്റുകളില്ലാതെ വീടുകളിലോളം കയറി പണി ചെയ്യുന്നതെന്ന്. അപ്പൊ ആന്റി പറയാ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ സ്വന്തമായി അധ്വാനം ജീവിക്കണമെന്ന്. ചിലരൊക്കെ അങ്ങനെയാ കുഞ്ഞി, ആരുടെ മുമ്പിൽ തലകുനിക്കാതെ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? പോണം. എന്നാ നീ ചെല്ല്, പോയി റെഡിയാവ്. പിന്നെ ചേച്ചി, ഈ ചേച്ചി ചായ എടുത്ത് കൊടുത്തേക്കണേ. ആ, അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ ചെല്ലാൻ നോക്ക്. ശരി.
ചേച്ചി ഞാൻ പോയിട്ട് വരാം. ബൈ. ആടാ ശരി, പോയിട്ട് വാ. ശ്ശേ. തട്ടി വിളിക്കണം, അല്ലെങ്കിൽ വേണ്ട. മോൻ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഇപ്പൊ എഴുന്നേക്കുമായിരിക്കും. ഇച്ചായ എന്താ തനിക്ക് ടാറ്റു ഇഷ്ടപ്പെട്ടു? അത് ഞാൻ വെറുതെ. നീ എന്തിനാ സെറീന എന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെ നീ ഇങ്ങനെ വിൽക്കുന്നത്? അത് ദേ പിന്നെ സെറീന, ലവ് യു. ലഭിച്ചു ഇച്ചായ. എന്താ ഒരു വട്ടം കൂടി പറഞ്ഞേ. I love you, Chaya. Oh God, finally. ഷോ ജസ്റ്റ് മിസ്സായി പോയില്ല കർത്താവേ. ഇത് ഏത് കണ്ണാണാവോ? അയ്യോ, ഇനി അവള് വല്ലതായിരിക്കും. ഏയ്, അവള് കോളേജിൽ പോയിക്കല്ലേ. ഇനി മറ്റേ ഇവാൻ വല്ലതായിരിക്കും. ആരായാലും നല്ല ടൈമിങ്ങാ. ഇപ്പൊ എന്താണ്ടായേ? അയ്യോ, ആ ഇച്ചായനായിരുന്നോ? അകത്തോട്ട് വാ. ഞാൻ മാത്രമല്ല, വേറെ ഒരാളും കൂടിയുണ്ട്. അനു. ആ ലൂക്ക, ഇതാ വരുന്നു. സെറിഞ്ഞ ഇത് വേണ്ട ലൂക്ക, എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കോളാം. ആയിക്കോട്ടെ. ഹൈ സെറീന, ഐ അനയ. ദേ ഈ നിൽക്കുന്ന ആളുടെ ഫിയാൻസിയ. ഐ എം സെറീന. അല്ല, ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. ആ അവനിവിടെ ഇവിടെ ആ ദേ വരുന്നല്ലോ. ഓ, ഈ കാലിനായിരുന്നു. എന്താടാ? അല്ല, നിങ്ങളായിരുന്നോന്ന്. ആ ചേച്ചി, എന്തെങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? വല്ലതും പറയേ. നിങ്ങളെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ, പിന്നെ ഞാനെന്ത് പറയാനാ? അല്ല ലോഹ, നിന്റെ അനിയത്തി എവിടെ? കോളേജിൽ പോയോ? അത് ചേച്ചി, അവളിന് ഈവനിങ്ങേ വരത്തുള്ളൂ. അവളായിരുന്നു ചേച്ചിയെ കാണാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത്. ഇനി അവള് വരുമ്പോ നിങ്ങള് പോകത്തില്ലേ? അതിന് ആര് പറഞ്ഞു ഞങ്ങൾ പോണെന്ന്? അതേടാ, ഞങ്ങളിനി കുറച്ച് ദിവസം ഇവിടെ കാണും. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം.
നിക്ക് സെറീന, ഞാനും വരാം. എടാ പിന്നെ കാര്യം എന്തായി? എല്ലാം ക്ലിയർ ആണോ? എടാ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവന്റെ തന്തയുടെ കാര്യം അതും ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അയാളെ നീ പുറം ലോകം കാണരുത്. അതൊക്കെ ഞാൻ ഏറ്റടാ. അല്ല, എന്തായിരുന്നു ഇവിടെ രണ്ടും കൂടി പരിപാടി ഒറ്റയ്ക്ക്? എന്ത് പരിപാടി? പടാ. അല്ല, അവള് വന്ന് ഡോർ തുറന്നപ്പോ അവളുടെ മുഖമൊക്കെ ടൊമാറ്റോ പോലെയായിരുന്നു. എന്താടാ, നീ അവളെ വല്ലതും ചെയ്തോ? ഒന്ന് പടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേടാ. ഡാടാ, നീ ആ തിരുവായൊന്ന് അടച്ചേ. അവള് വല്ലതും കേട്ട് തെറ്റിദ്ധരിക്കും. ഉവ്വ ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ. അതാ നിനക്കല്ലത്. സെറീനയ്ക്ക് കുക്കിംഗ് ഒക്കെ അറിയാമോ? ആ, എനിക്കറിയാം. വീട്ടിൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. മെയ്ഡില്ലേ? മെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കുക്കിങ് ചെയ്യും. സെയിം പിച്ച്. നിന്റെ എൻ്റെ സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ. ആണോ? ചേച്ചിയും കുക്കിംഗ് ഇഷ്ടമാണെന്നോ? എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് കുക്കിങ്. പിന്നെ കുക്കിങ്ങിൽ തന്നെ വെറൈറ്റി പിടിച്ച് കളിക്കും. കണ്ണനാണെങ്കിൽ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്നതേ കഴിക്കുള്ളൂ. കണ്ണനോ? അതാരാ? ഓ സോറി, ആരോൺ, എൻ്റെ ബ്രദർ. കണ്ണൻ എന്നാ ഞാൻ അവനെ വിളിക്കുന്നത്. ആ സെറീന. എന്താ ചേച്ചി? നീ ഇനി നോഹയെ വിട്ട് പോകരുത്. നിന്റെ മാരേജ് എന്ന് കഴിഞ്ഞതിന് ശേഷം അവൻ ആകെ ഡൗൺ ആയിരുന്നു. എന്നോട് ലൂക്ക് പറഞ്ഞിട്ടുണ്ട്. നീ ഇനി അവനെ വിട്ട് പോകരുത് സെറീന. അവനത് സഹിക്കില്ല. ഇല്ല ചേച്ചി, ഞാൻ ഇച്ചാനെ ഒരിക്കലും വിട്ടു പോയില്ല. കാരണം ഇതെൻ്റെ സെക്കൻഡ് ലൈഫാണ്. ഈ ലൈഫിലെങ്കിലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അതിൻ്റെ കൂടെ ഇച്ചാനെ പോലുള്ള ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെന്ത് വേണം? സോ ഐ വിൽ നെവർ ലീവ് ഹിം ആൻഡ് സ്റ്റേ ബൈ ഹിസ് സൈഡ് നോ മാറ്റർ വാട്ട്. അയ്യോ, സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. ചേച്ചി വാ, നമുക്ക് ചായ കൊണ്ട് കൊടുക്കാം. നടക്ക്. എന്റെ പൊന്നനു, നിങ്ങൾ എപ്പോ ചായ എടുക്കാൻ പോയതാ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യ്, പിന്നെ നമുക്ക് സംസാരിക്കണ്ടേ? അല്ല പിന്നെ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. എടാ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് ഓർക്കണം. ഒരു മയത്തിലൊക്കെ നോക്കണേ. അതിനെന്താ കുഴപ്പം? ഞാൻ എന്റെ പെണ്ണിനല്ലേ നോക്കുന്നേ. അയ്യോ, നോക്കിയോ, ഞാൻ ഒന്നും പറയുന്നില്ലേ. ഞങ്ങള് രാവിലെ എത്തി. ഞങ്ങളോ? വേറെ ആരുണ്ട് കൂടെ? ഹലോ കുഞ്ഞി. ഇച്ചായ, ഇതല്ലേ അനയ ചേച്ചി? അതേലോ, ഞാൻ തന്നെ അനയ. ചേച്ചി കാണാൻ എന്ത് സുന്ദരിയാ അല്ലേ ഇച്ചായ? ശരിയാ, ഫോട്ടോ കണ്ടപ്പോഴും സുന്ദരി, ബട്ട് നേരിട്ട് കാണുമ്പോഴോ അതിനേക്കാളും സുന്ദരി. പോടന്ന്. എല്ലാരും പറയാറുണ്ട് ഞാൻ സുന്ദരിയാണെന്ന്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും പറയും ഇങ്ങനെയൊക്കെ? തനിക്ക് എന്താണോ മനുഷ്യ? അവരുള്ളതല്ലേ പറഞ്ഞത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയയോ? അതോ എനിക്ക് നിന്നോട്? ഞാനെന്തിനാ അസൂയപ്പെടണം? ഞാൻ എല്ലാം തങ്ങനെ ഒരാളാണ്. ടോളാണ്, ഹാൻഡ്സം ആണ്. പോരാത്തന്നെ എന്റെ IQ ലെവൽ എത്രയാണെന്ന് അറിയോ നിനക്ക്? 148. ഇതൊക്കെ ഉണ്ടായിരുന്ന കാര്യം തലയ്ക്കാത്ത വല്ലതും വേണ്ടേ? എന്തെടുത്താണ് നശിക്കാൻ പറഞ്ഞ മനുഷ്യൻ. നീ ഒരു പോലീസുകാരനോടാണ് സംസാരിക്കുന്നുള്ള ബോധം വേണം. ഓ പിന്നെ, നിങ്ങൾ അതിന്റെ മൂക്കി വലിച്ചു കയറ്റൂ. അടി കയറ്റും.
എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? എന്താ ചേച്ചി, എന്താ പ്രശ്നം? നീ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ ചേച്ചിക്ക്? മോളെ എനിക്ക് കൂടി. ഉം. ഇതാ കുടിക്ക്. താങ്ക്സ്. കുഞ്ഞി എന്തായിരുന്നു ഇവിടെ? അതിച്ച അയ്യേ, ഇതിനായിരുന്നു നിങ്ങൾ അലച്ചത്. എടാ നീ ഇത് കേക്കണം. ഇങ്ങനെ പറയാ എനിക്ക് സൗന്ദര്യം ഇട്ടെന്ന്. അപ്പൊ നീ പറഞ്ഞതോ എന്റെ തലയ്ക്കതൊന്നും ഇല്ലെന്ന്? അത് സത്യമായ കാര്യമല്ലേ? ആഹാ, അപ്പൊ ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ദേ നിങ്ങളെ ഞാൻ. അയ്യോ, ഒന്ന് നിർത്ത്, ഇനിയും തുടങ്ങണ്ട. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തിരി മെച്ചൂരിറ്റി കാണുന്നു വിചാരിച്ചു. ഇവനോ അതില്ല. ഡാ എന്താ നിനക്ക് ഇത്തിരി മെച്ചൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കിടന്ന് അലക്കോ? എന്റെ പൊന്നിവാനെ, നിനക്കെങ്കിലും പിടിച്ച് മാറ്റിക്കൂടായിരുന്നു. ഡാ ഞാൻ മാറ്റാൻ നോക്കിയതാ, അമ്പനി പിന്നെ അടുക്കുന്നില്ലെന്ന് രണ്ടും. ഞാനെന്നാ ചെല്ലട്ടെ, കുറച്ച് കേസിന്റെ കാര്യം നോക്കാണ്ട്. അനു, നീ ഒന്ന് വന്നേ. ആ ദാ വരുന്നു ലൂക്ക. ആ ബെസ്റ്റ്. ഇപ്പൊ നമ്മളാരേ? ആഹാ, ഇവൻ പോയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു പോയെന്ന്. ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ എല്ലാരും ഇല്ലേ, ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതെന്താ? അപ്പൊ ഇവന്റെ അമ്മയും അച്ഛനൊക്കെ? മമ്മയും പപ്പയും അമേരിക്കയിലാണ്, കുറച്ച് ബിസിനസ് നോക്കിയാണ് തന്നത്. ഓ, അപ്പൊ ഇവാൻ എന്താ ബിസിനസ് ഫീൽഡിൽ കയറാത്തത്? എനിക്ക് ബിസിനസ് ഫീൽഡ് ഇഷ്ടമല്ല, തലവേദന കേസ്. എന്നെ പപ്പയും മമ്മയും വിളിക്കാറുണ്ട്, ബട്ട് ഞാൻ പോവില്ല. എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞു മുങ്ങും. ഇവാൻ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ഇവിടെ നിന്നൂടെ? ഏയ്, ഞാൻ വിചാരിച്ചൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് നിൽക്കാമെന്ന്. ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അതെ അതെ, അവ ഇവിടെ നിന്ന് ഒട്ടും ശരിയാവത്തില്ല, പ്രത്യേകിച്ച് കുഞ്ഞുള്ളതുകൊണ്ടേ. പോടാ, അങ്ങനെയൊന്നുമില്ല സെറീന. എടാ മോനെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ, കുഞ്ഞുനാള് തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ. ആ, എന്താണ് ഇവിടെ ഒരു ചർച്ചാ വിഷയം? ഏയ് ഒന്നുമില്ലടാ, ഞങ്ങളിങ്ങനെ ഇവാനെ പറ്റി പറയായിരുന്നു. അല്ലേടാ ഇവാനെ? കുഞ്ഞി എവിടെ പോയി? അവള് റൂമിരുന്ന് എന്തോ വരയ്ക്കോ കുറിക്കൊക്കെ ചെയ്യാ. എന്നെ പറ്റിയാണോ ഇവിടെ ചർച്ച? ആ വന്നല്ലോ കാന്താരി. എന്താണ് ഇവിടെ? ഏയ്, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? കഴിക്കേണ്ടി വല്ലതും? ടൈം കുറേയായി. ഓ അത് ശരിയാണല്ലോ. നിങ്ങൾ അന്ന് അവിടെ പോയിരിക്കേ, ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. അതിനെന്താ, ഞങ്ങളും വന്ന് സഹായിക്കാം അല്ലേടാ? അത് തന്നെ. എന്നാ പായു. അല്ല ചേച്ചി, ചേച്ചിയുടെ ബ്രദർ വരില്ലേ? അവൻ വരാന്ന് പറഞ്ഞിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമായിരിക്കും. അവിടെ ഞാനില്ലല്ലോ. ആ അവനായിരിക്കും ചിലപ്പോ. ഞാൻ ചെന്ന് നോക്കട്ടെ. നിനക്ക് നല്ല ആയുസാണല്ലോടാ. നിന്നെ കുറിച്ച് പറയുന്ന നാക്കെടുത്ത് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. വല്ല കുറ്റവും പറഞ്ഞുകൊണ്ട് ഇരുന്നതായിരിക്കും. പോടാ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? നീ എന്റെ പൊന്നനിയനല്ലേ. മതി മതി ഷോപ്പിങ്. മാറങ്ങോട്ട്. ഇവനിത് എങ്ങോട്ട് ഓടുവാ? ഡാ കണ്ണാ, അവിടെ നിക്കി. വാ, എന്റെ ടൈമിങ് നല്ല ബെസ്റ്റ് ടൈമിങ് തന്നെ. ആഹാ, എന്റെ പൊന്നളിയും വന്നല്ലോ. ആ പെട്ടെന്ന് വിളമ്പിക്കേ. വിശന്നിട്ടാണ് ഈ കുടല് കരിയ. ചെറുക്ക, ആദ്യം നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ.
ഹോസ്പിറ്റലൊക്കെ നിറങ്ങിയിട്ട് വന്നതാ. ഫുഡ് മുഖ്യം വെക്കില്ലേ? ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി എന്തു? എങ്കിൽ നീ ആ കൈയെങ്കിലും കഴിട്ടുവാ. ഓ, ദാറ്റ്സ് പോയിന്റ്. ഞാൻ ഇപ്പൊ വരാം. ഇവനെന്താ ഇങ്ങനെ? അവൻ അങ്ങനെയാ, ഫുഡെന്ന് കേട്ടാലേ തലയും മറിഞ്ഞു വീഴും. ആ, ദേ ഇവിടെ ഇരിക്കുന്ന മുയല് വലിയ അതുപോലെ തന്നെയാ. എന്താണോ താൻ പറഞ്ഞേ? ഓ, ഒന്ന് ഫുഡിന്റെ മുമ്പിലെങ്കിലും വഴക്കൂടാതിരിക്കോ? ഇതൊക്കെ എന്റെ ഫേവററ്റാ. ഇവനെന്താ ഇങ്ങനെ? ഫുഡ് കണ്ടിട്ടുണ്ടോ? വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും. ഓ, അതുകൊണ്ടായിരിക്കും. എടാ ചെറുക്ക, പതുക്കി കഴിക്കി, തൊണ്ടേ കൊടുക്കും. അരെ വാ, എന്തൊരു മുടിഞ്ഞ ടേസ്റ്റ് ആന്നേ. സെറിനുണ്ടാക്കിയതാ? ഏയ്, ഞാനല്ല, അനുചേച്ചിയാ. ചുമ്മാതല്ല. ശോ, ഒന്ന് പോടാ. അല്ല കുഞ്ഞി, നീ എന്തോന്നും വേണ്ടാത്തെ? ഞാനെന്ത് മിണ്ടാനാ? ഇച്ചേനിങ്ങനെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കല്ലേ. ആ, ഫുഡ് കണ്ട് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ലൂക്ക, നമുക്ക് ഇവിടെ മാരേജ് നടത്തണ്ടേ? പിന്നെ നടത്തണ്ടേ? മമ്മിയും പപ്പിയും ഇങ്ങ് വരട്ടെ. അത് തന്നെ, നമുക്കടിച്ച് പൊളിക്കണം. അല്ലേ ചായ, ഇനിയെന്താ നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? ഓ, നമുക്കിനി ഒന്നും കൂടി കഴിക്കാൻ വയ്യ, അല്ലേ അനു? ഹാ, അതെ. എന്താണ്? അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഇപ്പൊ 1 year ആയി. അത് ശരി, നിങ്ങളിങ്ങനെ സർപ്രൈസ് ഒന്ന് കൊല്ലുവാണല്ലോ. ഇച്ചയ്ക്ക് അറിയായിരുന്നോ? ആ, ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ? ഏയ്, ഇനിയൊന്നുമില്ല. അല്ലടാ ആരോണേ, നിനക്ക് കല്യാണം ഒന്നും വേണ്ടേ? നിനക്ക് എന്താടാ മോനെ, ഞാനിങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്നത് പിടിക്കുന്നില്ലേ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എടാ, ഈ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ള മനസ്സമാധാനവും പോവും, ഫ്രീഡവും പോവും. വെറുതെ എന്തിനാടാ ഞാനിങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ. അത് നീ പറഞ്ഞ കറക്റ്റാടാ. നീ എങ്കിലും സമാധാനമായിട്ട് ജീവിക്കേ. എന്റെ സമാധാനമായി പോയി. ആഹാ, താൻ എന്താടാ പറഞ്ഞേ? എന്റെ കർത്താവേ പെട്ട്. ഞാൻ തനിക്ക് സമാധാനം തരുന്നില്ലെന്നല്ലേ? തന്നെ ഞാൻ. അയ്യോ ചേച്ചി നിർത്ത്. നിങ്ങളെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ബാക്കി തനിക്ക് ഞാൻ റൂമിൽ ചെന്നിട്ട് തരാം. ഇന്നെന്താ അറിയ തന്നെ. സെറീന എന്താ മിണ്ടാതിരിക്കുന്നേ? ആളെ ഇൻവെർട്ടർ ആണ് തോന്നല്ലോ. അത് ഇച്ചായം പറഞ്ഞ ശരിയാ. ചേച്ചി അങ്ങനെ ആരോടത്തൊന്നും മിണ്ടാറില്ല. ആള് ഇൻട്രോവേർട്ടാ. അതിനി അങ്ങോട്ട് മാറിക്കോളും, അല്ലേ ചേച്ചി? അത് തന്നെ, ഞങ്ങളല്ലേ കൂടെ ഉള്ളത്. മാറ്റി മാറ്റി വഷളാക്കാതിരുന്നാ മതി. ഇങ്ങേരെന്ന് ഞാൻ. ചേച്ചി കൺട്രോൾ. എടാ, നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് നീ കണ്ടോ? കാണേന്റെ പൂരം പറഞ്ഞറിയിക്കണോ? അതെന്താ ചായ, ഇച്ചയ്ക്ക് മാത്രം ഒരു സർപ്രൈസ്? അത് നീ കണ്ടോ മോളെ? എന്ത് സർപ്രൈസ് ആയിരിക്കും? ആ, എന്തെങ്കിലും ആവട്ടെ. കിടക്കണ്ടേ? ആരെവിടേക്കാണെന്ന് പറയും. ഞാനും ലൂക്കി എന്തായാലും റൂമില്ല. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതല്ലേ. അതല്ലേ നിങ്ങൾ ഒരു റൂമിൽ തന്നെയല്ലോ. ഇവിടെ മൊത്തം 4 റൂമുണ്ട്. ഒരു റൂമിൽ ലൂക്കയും ചേച്ചി, ഒരു റൂമിൽ ആരോൺ, ഒരു റൂമിൽ കുഞ്ഞിയും സെറീനയും, പിന്നെ എന്റെ റൂമിൽ ഞാനും ഇവാനും. ആ, ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാവോ, ഞങ്ങൾ പോവാം. ബാനു. എടാ,
ഞാൻ വേണമെങ്കിൽ ആരോന്റെ കൂടെ കിടക്കാം. എന്റെ കൂടെ കിടക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ഛേ പോടാ. ചേച്ചി വാ, അവരവിടെ എന്തെങ്കിലും ആവട്ടെ. ഡാ നീ ഇനി ഒന്നും പണയണ്ട, എന്റെ കൂടെ കിടന്നാ മതി. എടാ, നിന്റെ മനസ്സിലിപ്പോ നടക്കത്തില്ല മോനെ, അത് ഞാനിവിടെ ഉള്ളപ്പോ. ഇവൾ ഉറങ്ങിയില്ലായിരുന്നു? അയ്യോ അയ്യോ, പഠിക്കലേ ഞാനാ. ഇച്ചായനെന്താ ഇവിടെ? ഉറങ്ങിയില്ലായിരുന്നു? ഇല്ലെന്നേ, ഉറക്കം വരുന്നില്ല. അതെന്താ? നിന്നെ കാണാത്തോണ്ട്. ഓ, അതെന്നെ, നിന്നെ ഒന്ന് കാണാൻ കിട്ടിയതില്ല. അത് അവരൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. ഐ മിസ്ഡ് യു സോ മച്ച്. മീ ടു. സെറീന, ഉം, നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോണം. എവിടെ? അതൊക്കെ ഉണ്ട്. താനെങ്ങനെയെങ്കിലും പോയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ നാളെ നമുക്ക് പോവാം. അല്ല, എവിടെ പോകുന്നേ? അതൊക്കെ ഉണ്ടെന്നേ, സർപ്രൈസാ. ഈ നോഹ ഇതെവിടെ പോയി? ആഹാ, ഇതാണ് എന്റെ മോന്റെ പരിപാടി. നിനക്കിപ്പോ കാണിച്ചു തരാടാ. നീ മാത്രം അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ടടാ പന്നി. എന്താ മിണ്ടാത്തെ? അതിച്ചായ ആരെങ്കിലും വന്നാലോ? ആരെങ്കിലും വന്നാൽ എന്താ, നീ എന്റെ പെണ്ണ. അത് മാത്രമല്ല, അവരൊക്കെ എപ്പോഴും ഉറങ്ങിക്കാണും. സെറീന, can I അതിച്ചായ പ്ലീസ് ഒരു പ്രാവശ്യം? എന്താണ് ചെറുക്കാൻ നിനക്ക്? ചേച്ചി ഇങ്ങോട്ട് വാ. ഈ ചെറുക്കൻ ദേ അങ്ങോട്ട് നോക്കി. അവനവിടെ എന്ത് ചെയ്യാ? ചേച്ചി ഒന്ന് ചോദിക്കേ. നമ്മുടെ കുടുംബത്തിന് മാനം കാക്ക്. ചേച്ചിക്ക് അവനെ അറിയാന്നല്ലേ? ഇപ്പൊ കിട്ടും. ഡാ, അമ്മേ, അയ്യോ ചേച്ചി, എന്താണ് അവിടെ? അത് ചേച്ചി, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. ഈ വെള്ളം കൂടി അത്ര നല്ലതല്ല കേട്ടോ മോനെ. എന്താ ചേച്ചി, ഞാൻ പെണ്ണിനോടല്ലേ ഇങ്ങനെ കാണിക്കുന്നേ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. പോയി കിടന്നുറങ്ങണ ചെറുക്ക. നീ വാ സെറീനെ. കിട്ടിയില്ലല്ലേ? എടാ പന്നി, നീ പ്രതികാരം വീട്ടിയതാണല്ലേ? അതെയല്ലോ. എന്നെ പട്ടിണി കിട്ടിട്ട് നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണ്ടടാ കേട്ടാ. പോടാ നാറി. അയ്യോ.
ഇനി ഇതാരായിരിക്കും? എന്റെ അമ്മേ,